അന്നദാനം കഴിച്ചു. ഭഗവാന്റെ അന്നദാനമാണ്. സന്തോഷമായിട്ട് കഴിച്ച് വയറ് നിറച്ച് മടങ്ങുക. ഇന്നലെ വന്നില്ല. ആദ്യത്തെ ദിവസം വന്നു. ഇന്ന് ഏറ്റവും ജനത്തിരക്ക് കൂടുതലാണ്. പായസം, പാൽപ്പായസം ഭഗവാന്റെ. 2 മണിയായി. എന്നിട്ട് തീർന്നിട്ടില്ല. ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. ഉത്സവമാണ്. അതിൻ്റെ അന്നദാനം ചെയ്യാനെ കൊണ്ട് എനിക്കൊരവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ അന്നദാനം നടന്നു. എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള ആഹാരവും എല്ലാം ആവശ്യം പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് 7 കരിയാണ് ഇട്ടത്. ഓരോ ദിവസവും അരികൾ കൂടിയിട്ട് ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് എത്ര വന്നാലും കൊടുക്കാനുള്ള ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ സൈസ് പായസങ്ങളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാൽപ്പായസമാണ്, നാളെ വേറൊരു പായസമായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഉള്ള രീതിയിലാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനായ ഭക്തജനങ്ങൾ, നല്ല ഫെബ്രുവരി 7-ാം തീയതി നമ്മുടെ വടമൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറി 14-ാം തീയതി രാവിലെ 10 നാറാട്ടോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് സമാരംഭിക്കും. ഇന്നും അന്നദാനവും വൈകുന്നേരം അതിനുള്ള കഞ്ഞിസത്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. പൂജാ വഴിപാടുകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിന്നെ നല്ല പ്രസാദങ്ങളും ഉണ്ണിയപ്പം എല്ലാ പരിപാടികളും കൂടിയാണ് ഓരോ ദിവസവും മുന്നോടുന്ന്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്, നൃത്തനാടകം, ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ തിരക്കാണ്. ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ, തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 2500 പേരുടെ സദ്യയാണ് ഓരോരുത്തരും അന്നദാനത്തിന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചുചൊല്ലുകളുടെ നാളായ അഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം 27-ാം തീയതി കൊടിയേറി ഫെബ്രുവരി 14-ാം തീയതി അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി സമാപിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം. അതനുസരിച്ച് 14-ാം തീയതി അതിവിശാലമായ ഭയങ്കര ഗംഭീരമായ ഘോഷയാത്ര നാട് കാണാൻ ഇറങ്ങുകയാണ്.